ഹലോ ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോഗ്രാഫിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ കുറിച്ചാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോഗ്രാഫി കരിയറിൽ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി പാഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ നേരത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് സാധനങ്ങളാണ്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പേരിൽ ഞാൻ വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് വാട്സ്ആപ്പ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എടുത്ത് പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ, വീഡിയോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, ഫോട്ടോഗ്രാഫി വാർത്തകളും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടാണ് ഫോട്ടോഗ്രാഫി പഠിച്ചത് യൂട്യൂബിലുള്ള. അപ്പം ഞാൻ സ്ഥിരമായി കാണാറുള്ള ചില ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് തരിക. പിന്നെ പുതിയ ക്യാമറ ലോഞ്ചസിൻ്റെ വിശേഷങ്ങളൊക്കെ നേരെ അപ്പം തന്നെ ഞാൻ കാണുമ്പോഴേ അങ്ങ് ഇട്ടേക്കുക. വാർത്തകൾ, കാര്യങ്ങൾ, താല്പര്യമുള്ളവർക്ക് ആ ഒരു ചാനലിൽ ചേരാം. സ്ഥിരമായ അപ്ഡേറ്റ് വരുന്ന ഒരു വലിയ ചാനലൊന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നുമ്പം അത്രേ ഉള്ളൂ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റാണ് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. 16:9 ആസ്പെക്ട് റേഷ്യോ, 9:16 ആസ്പെക്ട് റേഷ്യോ, 4:5, 2:1, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ബേസിക്കലി വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ ഒക്കെ ഹൈറ്റും വിഡ്ത്തുമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം 16:9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 16 വിഡ്ത്തുള്ള 9 ഹൈറ്റുള്ള ഒരു വീഡിയോ ഫയലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ആയിരിക്കും, എന്തുമാകാം. 9:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 9 ഹൈറ്റുള്ള 9:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 9 വിഡ്ത്തുള്ള 16 ഹൈറ്റുള്ള ഒരു സംഭവമാണ്. അത്രയേ ഉള്ളൂ. ഇതിന് ഇന്ന ഒരു മെഷർമെൻറ്റ് സ്കെയിലൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ഇഞ്ചസ്, ഇറ്റ് ക്യാൻ ബി സെൻറ്റിമീറ്റർ, ഇറ്റ് ക്യാൻ ബി പിക്സൽസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഇത് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയുടെ ആ ഒരു നീളവും വീതിയും മാത്രമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ബിറ്റ് റേറ്റ് എന്നുള്ളൊരു സംഭവമാണ്. എന്താണ് ബിറ്റ് റേറ്റ്? ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്കും ഉണ്ട് ബിറ്റ് റേറ്റ്, ഓഡിയോയ്ക്കും ഉണ്ട് ബിറ്റ് റേറ്റ്. എന്ത് ഇൻഫോർമേഷനും ബിറ്റ് റേറ്റ് ഉണ്ടാകും. അപ്പം ഒരു സെക്കൻഡിൽ എത്രത്തോളം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നോ അതാണ് ബിറ്റ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഇൻഫർമേഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ ചെകഞ്ഞു പോകുന്നില്ല, കാരണം ഇത് ഒരുപാട് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ബിറ്റ് റേറ്റ് കൂടും തോറും വീഡിയോയുടെ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് കൂടും. ബിറ്റ് റേറ്റ് കുറയും തോറും വീഡിയോയുടെ ക്വാളിറ്റി കുറയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഐഫോണിൽ 4K എടുക്കാം, നമുക്ക് നമ്മുടെ ആക്ഷൻ ക്യാമറയിൽ 4K എടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് സാംസങ് ക്യാമറയിൽ 4K എടുക്കാം, എൻ്റെ R5ലും 4K എടുക്കാം. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെ ക്വാളിറ്റി തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അതിന് കാരണം എന്താ, ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മുന്തിയ ക്യാമറകളിൽ കൂടുതലായിരിക്കും. അത് കൂടുന്തോറും കൂടുതൽ നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസും കൂടുതൽ കളർ ഇൻഫോർമേഷനാണ്. ഇറ്റ്സ് എ ഡാറ്റ. ഓരോ സെക്കൻഡിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡാറ്റയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ബിറ്റ് റേറ്റിനെ നമ്മൾ 4K 2K എന്ന് കാണരുത്. ഓരോ ഇൻഫോർമേഷനുമാണത്, ഓരോ സെറ്റുമാണത്. അതായത് നമുക്ക് 4K തന്നെ പല ബിറ്റ് റേറ്റുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പം 8Kയിൽ പല ബിറ്റ് റേറ്റ്സുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻ എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ബിറ്റ് റേറ്റ് ഉള്ള ക്യാമറാസ് വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ കിട്ടും. ദാറ്റ് ബീങ് സെഡ്, കൂടുതൽ ഫയൽ സൈസ് ഉണ്ടാകും കേട്ടോ, കാരണം കൂടുതൽ ഇൻഫോർമേഷൻ അല്ലേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്കും. അടുത്ത പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് ഡൈനാമിക് റേഞ്ച് ആണ്. എന്താണ് ഡൈനാമിക് റേഞ്ച്? ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ദ ബ്രൈറ്റസ്റ്റ് പാർട്ട് ഓഫ് ദി ഇമേജും ദ ഡാർക്കസ്റ്റ് പാർട്ട് ഓഫ് ദി ഇമേജും തമ്മിലുള്ള ആ ഒരു റേഞ്ചാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വൈറ്റ്സും ബ്ലാക്സും തമ്മിലുള്ള വ്യത്യാസം. ഇത് എത്രത്തോളം കൂടുതൽ റേഞ്ച് ഉണ്ടോ അത്രത്തോളം നല്ല ക്യാമറ ആയിരിക്കും, നല്ല സെൻസർ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുമ്പം ഈ റേഞ്ചിൽ നമ്മൾ നോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റോപ്പുകളാണ്. ഇപ്പോൾ 12 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഉള്ളൊരു ക്യാമറയാണ്, 14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഉള്ളൊരു ക്യാമറയാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത് 16 സ്റ്റോപ്പ് അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അത് എത്രത്തോളം നമ്പർ കൂടുന്നോ അത്രത്തോളം നമ്മുടെ ഡൈനാമിക് റേഞ്ച് കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ലോ ലൈറ്റ് മുതൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് വരെയുള്ള പെർഫോമൻസ് അതിനകത്ത് ഉണ്ടാവും എന്നാണ് ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുക. അടുത്ത മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്കാണ് കോഡെക്. കോഡെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ഇച്ചിരി പാടാ, എങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 4K ഒക്കെ ഫയൽ റെക്കോർഡ് ചെയ്യുമ്പം ക്യാമറയുടെ ഫുൾ സെൻസറിൻ്റെ, ഇപ്പം കാനോൺ R5ൻ്റെ 45 മെഗാ പിക്സലിൻ്റെ സെൻസർ വെച്ച് അത് റെക്കോർഡ് ചെയ്യുമ്പം ഒരു വലിയ ഫയലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഫയലിനെ ക്യാമറ കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണ് കോഡെക്. നിങ്ങൾ പലപ്പോഴും H.264, H.265 എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ AV1 ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു കോഡെക്കാണ്. ഈ കോഡെക്കിലേക്കാണ് ഇത് കംപ്രസ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്നത്. ഈ അൺകംപ്രസ്ഡ് ഫോർമാറ്റ് ഉണ്ട്, അതായത് റോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. പക്ഷേ അത് വേറെ ടോപ്പിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ അവിടെ പറയാൻ പോയിന്റ് ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ കോഡെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ഒരു കംപ്രഷൻ മെത്തേഡാണ്. ഇതിൻ്റെ 2 പോയിന്റുകളുണ്ട്. ഒന്നൊരു കോഡിങ്ങും ഉണ്ട്, ഒരു ഡീകോഡിങ്ങും ഉണ്ട് അല്ലേ.
ഒരു കോഡറും ഉണ്ട്, ഒരു ഡീകോഡറും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാട് കയറേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ ഈ ഇപ്പോൾ വീഡിയോ നീ എടുക്കുന്ന വീഡിയോയുടെ കോഡൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് H264 ആയിരിക്കും, അല്ലെങ്കിൽ H265 ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതാണ് കോഡെക് എന്ന് പറഞ്ഞാൽ. അതൊരു കംപ്രഷൻ മെത്തേഡാണ്. അടുത്ത എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും കേട്ടോ, ലോഗ് ഫയൽസ് അല്ലെങ്കിൽ ലോഗ് ഗാമ എന്ന് പറയപ്പെടുന്നത്. എന്താണ് ലോഗ്? LOG ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇറ്റ്സ് എ ഫ്ലാറ്റ് പ്രൊഫൈലാണ്. ഇതൊരു കളർ പ്രൊഫൈലാണ് ആക്ച്വലി ലോഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മുടെ കൊഡാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കൊഡാക്ക് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോയാൽ ഇച്ചിരി കാട് കയറും, പക്ഷേ നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് ലോഗ് പ്രൊഫൈലിനെ കുറിച്ച് തന്നെ കാണാം. എനിവേ, ലോഗ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റർ പ്രൊഫൈലാണ്. അതിന് വലിയ ഡൈനാമിക് റേഞ്ച് ഉണ്ടാവും, റോയുടെ അത്രയില്ല, പക്ഷെ തൊട്ട് താഴെയുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ നമ്മൾ നേരെ സാധാരണ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ സംഭവങ്ങൾ വീഡിയോയ്ക്കുള്ളിലേക്ക് ബേക്ക്ഡ് ഇൻ ആയി പോകും. അത് ഇൻഫർമേഷൻ കൂടുന്തോറും നല്ലതാണ് എന്ന് പറയുമ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് ഈ ഇൻഫർമേഷൻസൊക്കെ. അതാണ് സാധാരണ വീഡിയോയുടെ കുഴപ്പം. നേരെ മറിച്ച് ലോഗ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോഗിൻ്റെ അകത്ത് ഈ ഫ്ലാറ്റ് പ്രൊഫൈലാണ്, കളേഴ്സ് കൂടുതൽ ഇൻഫർമേഷൻ റെക്കോർഡറാണ്, പക്ഷെ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ദാറ്റ് ബീയിങ് സെഡ്, ചില കാര്യങ്ങൾ നമുക്ക് ലോഗിൽ മാറ്റാൻ പറ്റില്ല. ലൈക്ക് ISO ബേക്ക്ഡ് ഇൻ ആണ്, എക്സ്പോഷർ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് ബാലൻസ് മാറ്റാൻ പറ്റുമെങ്കിലും റോയ്ക്കകത്ത് മാറ്റാൻ പറ്റുന്ന പോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റുമ്പം പടം പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, പടത്തിന് ഭയങ്കര ഇത് വൃത്തിയുടെ വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ സംഭവത്തിന് ഞാൻ എത്ര ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഇതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ മുതൽ ഈ ഫസ്റ്റ് എന്താ പറയുക, കളർ സ്പേസ് CST എന്ന് പറഞ്ഞ സംഭവം മുതൽ ഇതെങ്ങനെ ഇങ്ങനെ ഗ്രേഡ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേരെ, ഞാൻ ചെയ്തു തരാം. ഞാനിതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഫെയ്ഡഡ് ലുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്, സാധാരണ വീഡിയോ കാണാൻ അങ്ങനെ. എനിവേ, അപ്പം ഇതിനകത്ത് ഒരുപാട് എഫക്ട്സ്, ഗ്ലോ കൊണ്ടുവന്നിട്ടുണ്ട്, ഹെലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ മിസ്റ്റ് എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കളർ ഗ്രേഡ്, സ്കിൻ കളർ, അതുപോലെ തന്നെ HSL, ഇങ്ങനെ ഒത്തിരി മൈന്യൂട്ട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത റോ വീഡിയോ ആണ്. റോ വീഡിയോ എന്ന് പറഞ്ഞാൽ റോ ഫോട്ടോ പോലെ തന്നെയാണ് റോ വീഡിയോ. റോ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫയലാണെങ്കിൽ, റോ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ, നിങ്ങൾക്കറിയാലോ, എത്രയോ ഫ്രെയിം കൂട്ടിച്ചേർത്താണ് ഒരു ഇവിടെ എൻ്റെ മോണിറ്റർ സെറ്റപ്പ് ഓഫായിപ്പോയി, അതാ. അപ്പം റോ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫയൽസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ റോയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ലോഗ് ഫയൽ പോലെയല്ല ഇതിൻ്റെ അകത്ത് എന്താ വ്യത്യാസമുള്ളത്. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ബാലൻസ്, ISO, എക്സ്പോഷർ നമുക്ക് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് മാജിക് ഡിസൈനിൻ്റെ ക്യാമറ എടുക്കുന്ന ഒരു റോ വീഡിയോ നമ്മൾ ബ്ലാക്ക് മാജിക് ഡിസൈനിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട ISO നമുക്ക് ക്യാമറയിൽ മാറ്റാം. ഇട്ട ISO നമുക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റാൻ പറ്റും. ഇറ്റ്സ് ക്വൈറ്റ് ക്രേസി അല്ലേ? കാരണം അത്രയും വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, ലാർജ് ഫയലായിരിക്കും. ഇപ്പോൾ സാധാരണ ഫിലിം, ഇപ്പോൾ യൂട്യൂബേഴ്സ് ഒന്നും റോയിൽ ഷൂട്ട് ചെയ്യില്ല, അവരെല്ലാം ലോഗിലായിരിക്കും ഷൂട്ട് ചെയ്യുക. എളുപ്പമാണല്ലോ കളർ ഗ്രേഡിങ്, കാര്യങ്ങൾ ലൈറ്റിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വലിയ സീനൊന്നുമില്ല. അടുത്ത പോയിൻ്റാണ് T സ്റ്റോപ്പ്. നിങ്ങൾ F സ്റ്റോപ്പ് കേട്ടിട്ടുണ്ടല്ലേ? T സ്റ്റോപ്പ് എത്ര പേര് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയില്ല, ഞാനതൊക്കെ തുടങ്ങിയപ്പം വളരെ ആദ്യമായിട്ടാണ്, കുറേ മുമ്പൊക്കെയാണ് കേട്ടത്. എനിവേ, അപ്പോൾ T സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ F സ്റ്റോപ്പ് തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്നാന്ന് ഞാൻ പറയാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, എത്രത്തോളം ഒരു ലെൻസിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസറിലേക്ക് എത്രത്തോളം ലൈറ്റ് കടത്തി വിടുന്ന ആ ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് F സ്റ്റോപ്പ്. ആ ഒരു സംഭവം തന്നെയാണ് T സ്റ്റോപ്പ്. പക്ഷേ T സ്റ്റോപ്പ് നമ്മുടെ സാധാരണ ലെൻസിൻ്റെ അകത്ത് പറയില്ല. T സ്റ്റോപ്പ് സിനിമ ലെൻസുകൾക്കുള്ളതാണ്. തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, T സ്റ്റോപ്പ് ഒരു മെഷേർഡ് സംഭവമാണ്, കൃത്യമായിരിക്കും. T1.2 അല്ലെ 1.3 എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും, കാരണം അത് മെഷേർഡാണ്, അളന്നതാണ്, വളരെ കണക്കുള്ള കാര്യമാണ്. F സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിറ്റിക്കൽ വാല്യൂ ആയിരിക്കും. അതായത് നമുക്കൊരു ആവറേജ് ആയിരിക്കും. F2 നമ്മുടെ പല F2 ലെൻസുകളും ഒറിജിനലി F2 ആയിരിക്കണം എന്നില്ല, അതിന് തൊട്ടടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തോ ആയിരിക്കും. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ T സ്റ്റോപ്പ് F സ്റ്റോപ്പ് തമ്മിൽ വ്യത്യാസം മനസ്സിലായി. T സ്റ്റോപ്പ് എന്താണെന്ന് മനസ്സിലായി. 10-bit വീഡിയോ എന്താണ്? 10-bit വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ പലപ്പോഴും പല ക്യാമറ ലോഞ്ചസിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഈ ക്യാമറയിൽ നിങ്ങൾക്ക് 10-bit 4:2 വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എന്താണ് 10-bit വീഡിയോ? 10-bit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം, 1024 ഷെയ്ഡ്സ് ഓഫ് കളർ ഇൻ ഈച്ച് റെഡ്, ബ്ലൂ, RGBയിൽ 1024 കളേഴ്സ് ഉണ്ടാവും. ഇനി ഈച്ച് ഷെയ്ഡിലുണ്ടാവും, ഈച്ച് ഷെയ്ഡിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും 10-bit എന്താണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫല്ല, ഈ ഒരു സംഭവം. അപ്പോൾ ഇത് 10-bit ആണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത്രയും നൈസായിട്ട്. അതുപോലെ തന്നെ 8-bit വീഡിയോ ഉണ്ട്. 8-bit വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഫോണിലൊക്കെ ഒരു പക്ഷേ 8-bit വീഡിയോ ആയിരിക്കും. 10-bit കളേഴ്സ് എടുക്കുന്ന, എനിക്ക് ഐഫോണിൻ്റെ മറ്റേ
മറ്റേ പ്രോറസ് പുതിയ ലോഗ് ഷൂട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു 10 ബിറ്റാണോ 8 ബിറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമുക്ക് 8 ബിറ്റ് ഷൂട്ട് ചെയ്യാം. Canon R5 10 ബിറ്റ് ഷൂട്ട് ചെയ്യാം. ഞാൻ സാധാരണ 10 ബിറ്റാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ലോഗ് ഫയൽസ് ഒക്കെ മോസ്റ്റ്ലി 10 ബിറ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം എത്ര കളർ ഉണ്ടെന്ന് അറിയോ? ഓവർ 1 ബില്യൺ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് എൻ്റെ അടുത്തുണ്ട്. റെക്കോർഡ് ചെയ്യാൻ പറ്റും 10 ബിറ്റിൽ. പക്ഷേ 8 ബിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എത്രയാണെന്ന് വെച്ചാൽ 16 മില്യണേ ഉള്ളൂ. അത് എത്ര വ്യത്യാസമാണെന്നുള്ള കാര്യം, 16 മില്യണിൽ നിന്ന് 1 ബില്യണിലേക്കുള്ള വ്യത്യാസം കണക്കറിയാവുന്നവർ കൂട്ടി നോക്കാം. എനിവേ എനിക്ക് അത്ര വലിയ അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ അത്രമാത്രം കളേഴ്സ് ഉണ്ട് ഈ 10 ബിറ്റ് വീഡിയോയിൽ. അതായത് 1024, അത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കാം. എനിവേ അടുത്താണ് നമ്മുടെ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിലുള്ള മൊത്തം നമ്പർ ഓഫ് പിക്സൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1920 × 1080p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ 1920 × 1080 റെസൊല്യൂഷൻ പിക്സൽസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 4K-ക്കകത്താണെങ്കിൽ അങ്ങനെ 3840 × 2160 നിങ്ങൾ ഗുണിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇത്ര പിക്സൽസ് അതിനകത്തുണ്ടാവും. 8K-ക്കാണെങ്കിൽ 7680 × 4320 അത്രയും പിക്സൽസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മുടെ സെൻസറിൻ്റെ സൈസും നമ്മൾ എടുക്കുന്ന വീഡിയോ റെസൊല്യൂഷനും നമുക്ക് കാര്യം ഇതുണ്ട്. അപ്പോൾ അത്രയും പിക്സൽസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 1920 × 1080p എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഉള്ളിൽ അത്രയും പിക്സൽസ് അത് ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് FPS അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ്. ഫ്രെയിം റേറ്റ് അല്ലെങ്കിൽ FPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം ഒരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 24 FPS എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം ഉണ്ട്. 30 FPS എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിം ഉണ്ട്. 60 FPS എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 60 ഫ്രെയിം ഉണ്ട്. നമ്മുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ബേസിക് ഫ്രെയിം റേറ്റിലായിരിക്കും നമ്മളത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തിടുക. അപ്പോൾ നോർമലി നമ്മുടെ കണ്ണുകൾക്ക് പറ്റിയൊരു FPS എന്ന് പറഞ്ഞാൽ 24 FPS ആണ്. അതാണ് ഈ മോഷൻ ഒരു സെക്കൻഡ് 24 ഫ്രെയിം. ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലർ കാണാം അല്ലേ, ആ ബ്ലർ ഉണ്ടാകും. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ 60 FPS-ലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ 60 ഫ്രെയിം ഉള്ളതുകൊണ്ട് ആ ബ്ലർ നിങ്ങൾക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ണിന് നാച്ചുറാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ. ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ഇല്ലേ, വലിയ അണ്ണൻ പറയും 30 FPS ഷൂട്ട് ചെയ്യണം, 24 FPS ഈസ് ഫോർ ഫൂൾസ് എന്നൊക്കെ പുള്ളി പറയുന്നൊരു വീഡിയോ ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമയോട് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. സിനിമയിലെല്ലാം 24 FPS ആണ് ബേസിക് ഔട്ട്പുട്ട് വരിക. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക, പട്ടിക്ക് പോയിട്ട് തപ്പി പഠിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, പീസ്.